ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്ക് പൈസ ഏൺ ചെയ്യാൻ പറ്റുക, അതുപോലെ തന്നെ എൻ്റെ ഒരു സോഷ്യൽ മീഡിയ ഒരു ജേർണി എങ്ങനെയായിരുന്നു, എൻ്റെ ഒരു എക്സ്പീരിയൻസ് അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ ഒരു കോണ്ടന്റ് ക്രിയേഷൻ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് 2018 കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ എനിക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം അന്ന്. ഇൻസ്റ്റയെ പറ്റിയിട്ടൊന്നും നമുക്ക് പേഴ്സണൽ അക്കൗണ്ട് ഉണ്ടെന്നല്ലാതെ വേറെ നോളജ് ഒന്നുമില്ല. അപ്പോൾ എന്താണ് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും സാധാ എല്ലാവർക്കും ഉള്ള പോലെ ഒരു പ്രൊഫൈൽ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഫസ്റ്റ് എനിക്ക് അതിനെ പറ്റിയിട്ടൊന്നും അധികം അറിയാത്തത് കൊണ്ട് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത്. അങ്ങനെ സൈമാടെക് എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനലാണ് ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. സൈമാടെക് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് സയൻസ്, മാത്സ്, ടെക്നോളജി. എനിക്ക് മാത്സ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. പിന്നെ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ടെക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഇതുപോലെ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് ചെയ്തു. അത് കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് മാത്സ് ഭയങ്കര ഇഷ്ടമാണ്. സോ മാത്സ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ കുറേ സ്കൂൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് +2 വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരുടെ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ഓരോ ചാപ്റ്റർ വൈസ് ക്ലാസ്സസ് എടുക്കുമായിരുന്നു. സോ അത് ഞാൻ ചെയ്തു വന്നത്. അന്ന് വലിയ ക്യാമറ ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല, വോയിസ് ഓഡിയോ ക്വാളിറ്റി വീഡിയോ ക്വാളിറ്റി ഒന്നും അത്രയും അധികം ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് ഉള്ള ഒരു അവൈലബിലിറ്റി വെച്ചിട്ട് ഞാൻ ചെയ്തതാണ്. അപ്പൊ അന്ന് ഇപ്പൊ ആ ഒരു ചാനലിൽ ഓൾമോസ്റ്റ് ഇപ്പോഴും ഒരു 3000 സബ്സ്ക്രൈബേഴ്സോളം ഇപ്പോഴും ഉണ്ട് കേട്ടോ. 3000 മേലെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് അങ്ങനെ ചെയ്തു വന്നിരുന്നു. പിന്നെ എനിക്ക് പ്രഗ്നൻസി ടൈമിൽ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ആ ഒരു ഗ്യാപ്പ് കുറച്ചധികം വന്നു. പിന്നെ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അധികം വ്യൂസ് ഒന്നും വരുന്നില്ല. അതിൽ നിന്ന് കുറേ അധികം കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റി. അതുപോലെ കുറേ അധികം വ്യൂസ് കയറി വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഗ്യാപ്പ് വന്നതിന് ശേഷം ഞാൻ പിന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അത്ര വ്യൂസ് ഒന്നും വരുന്നില്ല. അങ്ങനെയൊക്കെ വന്നതുകൊണ്ട് ഞാൻ പിന്നെ ആ ചാനൽ സ്റ്റോപ്പ് ചെയ്തു. അതിൽ പിന്നെ കോണ്ടന്റ്സ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് ഞാൻ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഈ പറഞ്ഞ പോലെ റിവ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്, റിവ്യൂ വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ കുറച്ചധികം റിവ്യൂ വീഡിയോസ്, പ്രോഡക്റ്റ് റിവ്യൂ വീഡിയോസ്, ഞാൻ കൂടുതൽ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്ന ആളാണ്. സോ ഓൺലൈനിലായിട്ട് വാങ്ങിക്കുന്ന പ്രോഡക്ട്സിന്റെ റിവ്യൂസ് ആണ് ഞാൻ ഷെയർ ചെയ്ത് തുടങ്ങിയത്. പിന്നെ ഇത് എപ്പോൾ ഹെയർ സ്റ്റൈലിലേക്ക് മാറി എന്ന് ചോദിച്ചാൽ, ഇപ്പൊ എനിക്ക് ഇൻസ്റ്റയിലും ഒരു പേജ് ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ഒരു ദിവസം എനിക്ക് വെറുതെ തോന്നി ഒരു ഹെയർ സ്റ്റൈൽ ഒന്ന് ചെയ്യാം. ഞാൻ എപ്പോഴും ചെയ്യാറുള്ളൊരു ബൺ ഹെയർ സ്റ്റൈൽ ഉണ്ട്. അപ്പൊ ആ ഒരു ഹെയർ സ്റ്റൈൽ ഞാൻ വെറുതെ ഒന്ന് ഷൂട്ട് ചെയ്തതാ. വെറുതെ ഒന്ന് ഷൂട്ട് ചെയ്ത് ഞാൻ അത് യൂട്യൂബിലും അതുപോലെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും അപ്ലോഡ് ചെയ്തു. അപ്പോൾ ഇൻസ്റ്റയിൽ അപ്പോൾ കൂടുതൽ, യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒന്നും അധികം വ്യൂസ് ഒന്നും വന്നില്ല ഫസ്റ്റ് വീഡിയോയ്ക്ക്, ഷോർട്സിന്. നെക്സ്റ്റ് പക്ഷെ ഇൻസ്റ്റയിൽ അതിന് കുറച്ചധികം വ്യൂസ് വന്നു. വ്യൂസ് ഇങ്ങനെ കൂടുന്ന കണ്ടപ്പോൾ നമുക്ക് വീണ്ടും ക്രിയേറ്റ് ചെയ്യാൻ തോന്നുമല്ലോ. അങ്ങനെ ഞാൻ പിന്നെ 2-3 ഹെയർ സ്റ്റൈൽ വീഡിയോസ് ഒരു 1 വീക്ക് അടുപ്പിച്ച് എല്ലാ ദിവസവും ഒരേ ടൈമിൽ ഹെയർ സ്റ്റൈൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. ഇൻസ്റ്റയിലാണ് ഇത് കൂടുതൽ റീച്ച് ആയത്. അങ്ങനെ ഞാൻ ഒരു 3-4 വീഡിയോസ് ഇട്ടപ്പോഴത്തേക്കും ഒരു വീഡിയോ അതൊരു 1 മില്യൺ ആയി. പെട്ടെന്ന് തന്നെ 1 മില്യൺ ആയി. ഒരു 200-250 ഫോളോവേഴ്സ് മാത്രമേ ഇൻസ്റ്റയിൽ ഉണ്ടായിരുന്നു. എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു 6000 ഫോളോവേഴ്സോളം ആയി. അപ്പൊ ആ ടൈമിൽ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഇൻസ്റ്റ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അത്രത്തോളം എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നിയിട്ടുള്ള ഒരു ഇതായിരുന്നു. കാരണം ഞാൻ തീരെ വിചാരിക്കാത്ത ഒരു സമയത്താണ്. അതാണ് ഈ ഒരു സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞത് ശരിക്കും ഒരു ലക്കാണ്. നമ്മൾക്ക് എപ്പോഴാണ് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വീഡിയോയ്ക്കായിരിക്കും പെട്ടെന്ന് റീച്ച് കിട്ടുക. നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് ഒരുപാട് ഹോപ്പ് വെച്ചിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയ്ക്ക് ചിലപ്പോൾ അധികം റീച്ച് കിട്ടിക്കൊള്ളണമെന്നില്ല. അതൊരു സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അങ്ങനെ ആ വീഡിയോ 1 മില്യൺ കഴിഞ്ഞു, 2 മില്യൺ കഴിഞ്ഞു. നിലവിൽ അതിനൊരു 2.5 മില്യണോളം വ്യൂസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഇൻസ്റ്റയിലാണ് എനിക്ക് ഫസ്റ്റ് റീച്ച് കിട്ടി തുടങ്ങിയത്. പിന്നെ ഫേസ്ബുക്കിലും ഇതുപോലെ പിന്നെ കുറേ അധികം വീഡിയോസിന് ഫേസ്ബുക്കിലും മില്യൺ വ്യൂസ് വന്നിട്ടുണ്ട്. ഇൻസ്റ്റയിൽ ആ വീഡിയോയ്ക്കാണ് മില്യൺ വ്യൂസിലേക്ക് വന്നത്. പിന്നെ 1-2 വീഡിയോസ് 9 ലാക്ക് ആ ഒരു റേഞ്ചിലേക്കൊക്കെ വന്നതാണ്. പിന്നെ ഫേസ്ബുക്കും റീച്ച് ആവാൻ തുടങ്ങി. ഫേസ്ബുക്ക് റീച്ച് ആയിട്ട് ഫേസ്ബുക്കിൽ ഒരു 14K ഫോളോവേഴ്സ് അടുപ്പിച്ച് ഇപ്പോൾ ഉണ്ട്. ഇൻസ്റ്റയിൽ 13K ആണ് നിലവിലുള്ളത്. പിന്നെ യൂട്യൂബിലാണ് എനിക്ക് മില്യൺ വ്യൂസ് ഒന്നും വന്നിട്ടില്ല. യൂട്യൂബിൽ എനിക്കൊരു മാക്സിമം ഷോർട്സിൽ ഒരു 2,50,000. അത് സോഷ്യൽ മീഡിയ
എന്ന് പറയുമ്പോൾ നമ്മൾക്ക് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളിപ്പം ജോലി ചെയ്യുന്നവരാണ്, പഠിക്കുന്നവരാണ്. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. പക്ഷെ എനിക്ക് പറ്റിയ എൻ്റെ ഒരു ഫോൾട്ട് അതാണ്, കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നുള്ളത്. നമ്മൾ ഇടയ്ക്ക് കുറച്ചൊരു ഗ്യാപ്പ് എടുക്കുന്നു, വീണ്ടും അപ്ലോഡ് ചെയ്ത് കുറച്ചധികം റീച്ചായി വരുമ്പോഴത്തേക്കും വീണ്ടും നമ്മൾ ഗ്യാപ്പ് എടുക്കുന്നു. ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് വ്യൂസ് കുറയും. സോ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്ത് നല്ല ക്വാളിറ്റി കണ്ടന്റ് കൊടുത്താൽ ഉറപ്പായിട്ടും വീഡിയോസിന് വ്യൂസ് കയറും. പിന്നെ എൻ്റെ യൂട്യൂബും ഫേസ്ബുക്കും മോണിറ്റൈസ്ഡ് ആണ്. ഇൻസ്റ്റഗ്രാം ഡയറക്റ്റ് മോണിറ്റൈസേഷൻ ഇല്ല, നമ്മുടെ ഇന്ത്യയിലില്ല. ഫേസ്ബുക്കും യൂട്യൂബും മോണിറ്റൈസ്ഡ് ആണ്. അതൊന്നാണ് എനിക്ക് ഭയങ്കര ഏർണിങ്സ് ഒന്നും അങ്ങനെയൊന്നും ആയിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്ത് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ കൺസിസ്റ്റന്റ് ആയിട്ട് കണ്ടന്റ്സ് അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നല്ലപോലെ ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് യൂട്യൂബ് ആയാലും ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റ ആയാലും. ഇൻസ്റ്റയിൽ കൂടുതൽ പ്രൊമോഷൻസ് ഒക്കെയാണ് വരിക. പിന്നെ നമുക്ക് ഇങ്ങനെ പ്രൊമോഷൻസ് ഒക്കെ കുറച്ച് വരുന്നത്. അതുപോലെ ബിഗ് ബാങ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്, അതിലൊക്കെ നമുക്ക് കൂടുതൽ പ്രൊമോഷൻസ് ഒക്കെ വരും. സോ അങ്ങനെയൊക്കെയാണ് കൂടുതൽ ഏർണിങ്സ് കിട്ടുക. അങ്ങനെ പിന്നെ വീഡിയോസ് ഇപ്പം യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ യൂട്യൂബ് ഷോർട്സ് എത്ര വ്യൂസ് കിട്ടിയെന്ന് വെച്ചാലും ഷോർട്സ് കിട്ടുന്ന ഏർണിങ്സ് കുറവായിരിക്കും. ലോങ് വീഡിയോയ്ക്കായിരിക്കും കൂടുതൽ ഏർണിങ്സ് കിട്ടുക. സോ കുറേ പേര് സോഷ്യൽ മീഡിയ ഇപ്പൊ ഇതിനകത്തേക്ക് വരുന്നുണ്ട്. സോഷ്യൽ മീഡിയ കോണ്ടന്റ് ക്രിയേഷനിലേക്ക് ഒരുപാട് പേര് വരുന്നുണ്ട്. ഈവൻ ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, പഠിക്കുന്ന സ്റ്റുഡൻസ് ആയിക്കോട്ടെ, ചെറിയ കുട്ടികൾ വരെ ചാനൽസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ കിട്ടാൻ പറ്റിയ ഏർണിങ്സ് കിട്ടുന്ന നല്ലൊരു എല്ലാവർക്കും തന്നെ നല്ലൊരു സോഴ്സ് ഓഫ് ഇൻകം ആയിട്ട് കരുതാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഒരിക്കലും പൈസ കിട്ടും എന്ന് വിചാരിച്ചിട്ട് കോണ്ടന്റ്സ് അപ്ലോഡ് ചെയ്യരുത്. കാരണം ഇത് 1-2 ദിവസം കൊണ്ട് കിട്ടുന്നതല്ല. പലരുടെയും ഒരു ധാരണ, പലരും എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പൊ തന്നെ പൈസ കിട്ടുമെന്ന് വിചാരിക്കുന്ന കുറച്ചധികം ആൾക്കാരുണ്ട്. ശരിക്കും അങ്ങനെയല്ല. നമുക്ക് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ ഉണ്ട്, കുറെ പേർക്കൊക്കെ അറിയായിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഏർണിങ്സ് കിട്ടി തുടങ്ങുള്ളൂ. അപ്പോൾ എനിക്ക് ലാസ്റ്റ് 1 ഇയറിന് മുന്നേ ആണ് ഫേസ്ബുക്ക് യൂട്യൂബ് ഒക്കെ മോണിറ്റൈസ്ഡ് ആയത്. അതിന് മുന്നേക്ക് ഞാൻ വെറുതെ എൻ്റെ ഒരു പാഷന്റെ പുറത്ത് മാത്രം ഞാൻ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സോ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഏരിയ എന്താണോ ആ ഏരിയ ഫോക്കസ് ചെയ്തിട്ട് വേണം വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കുറെ പേരുടെ ധാരണ ഇത് പെട്ടെന്ന് ഇന്ന് വന്ന് വീഡിയോ ഇട്ട് നാളെ പൈസ കിട്ടും എന്നുള്ള രീതിയിൽ വിചാരിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അത് അവർക്ക് അറിയില്ലാത്തതുകൊണ്ടായിരിക്കാം. പക്ഷെ അതങ്ങനെയല്ല. നമുക്ക് പേഷ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഇതിനോടൊരു പാഷൻ ഉണ്ട്, വീഡിയോ ചെയ്യാനും ഒക്കെ ഒരു പാഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ഫീൽഡിൽ നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. പിന്നെ പഠിക്കുന്നതിന്റെ ഒപ്പം ജോലി ചെയ്യുന്നതിന്റെ ഒക്കെ ഒപ്പം ചെയ്യാം. പിന്നെ എൻ്റെ ഒരു സജഷൻ എന്ന് വെച്ചാൽ, ഞാനൊക്കെ എന്ന് വെച്ചാൽ ഒരു വീഡിയോ എടുത്താൽ അത് പിറ്റേന്ന് അപ്ലോഡ് ചെയ്യാം, അങ്ങനെയാണ്. പക്ഷെ കുറച്ചധികം വീഡിയോസ് ഒരുമിച്ച് എടുത്ത് വെക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. അപ്പൊ നമുക്ക് ഒരു ദിവസം ഒരു ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും നമുക്ക് പ്രശ്നമില്ല, വീഡിയോ ഉണ്ടല്ലോ. സോ അങ്ങനെ കുറച്ചധികം വീഡിയോസ് ഒരുമിച്ച് എടുത്തു വെക്കാം, എന്നിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങാം. അതുപോലെ സെയിം ടൈമിൽ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എനിക്ക് ആ ടൈമൊക്കെ മാറി പോകാറുണ്ട്. എനിക്ക് ആ ഒരു നല്ല റീച്ച് വന്ന സമയത്ത് ഞാൻ സെയിം ടൈമിൽ അപ്ലോഡ് ചെയ്തിരുന്നു. ആ സെയിം ടൈമിൽ അപ്ലോഡ് ചെയ്തിരുന്ന സമയത്താണ് റീച്ച് വന്നത്. പിന്നെ അതുപോലെ പോസിറ്റീവും നെഗറ്റീവും ഒക്കെ ഫേസ് ചെയ്യാൻ റെഡി ആയിരിക്കണം എന്നുള്ളത് വളരെ, എനിക്കിപ്പോൾ ഈ ഹെയർ സ്റ്റൈലും ഇതൊക്കെ ആയതുകൊണ്ട് അങ്ങനെ വലിയ നെഗറ്റീവ് ഒന്നും വന്നിട്ടില്ല. ഇപ്പോൾ യൂട്യൂബിൽ ഇപ്പോൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ എന്നുണ്ടെങ്കിലും ഇൻസ്റ്റയിലായാലും ഫേസ്ബുക്കിലായാലും അങ്ങനെ ഭയങ്കരമായ വല്ലപ്പോഴും ഒക്കെ വരുന്ന നെഗറ്റീവ് കമന്റ്സ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ നെഗറ്റീവ് ഒക്കെ അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ട് വേണം ഈ ഒരു കോണ്ടന്റ് ക്രിയേഷൻ ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എക്യുപ്മെന്റ്സ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ സൈമാറ്റെക് എന്നുള്ള ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ സാധാ ഒരു ഫോണായിരുന്നു. അതുപോലെ ലൈറ്റിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു ട്രൈപോഡാണ് ഞാൻ വാങ്ങിച്ചത്. ട്രൈപോഡും പിന്നെ ആ ഒരു ചാനൽ കണ്ടിട്ടുള്ളവർക്കറിയാം, ഒരു വൈറ്റ് ബോർഡ് ഉണ്ടായിരുന്നു. ആ ഒരു വൈറ്റ് ബോർഡും ട്രൈപോഡും മാത്രമാണ് ഞാൻ എക്സ്ട്രാ ആയിട്ട് വാങ്ങിച്ചത്. വേറൊരു എക്യുപ്മെന്റ്സ് ഉണ്ടായിരുന്നില്ല. സോ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള നിങ്ങളുടെ കയ്യിലുള്ള എക്യുപ്മെന്റ്സ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ആദ്യം തന്നെ വലിയ ഇൻവെസ്റ്റ് ചെയ്യാനൊന്നും പോകേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സെലിബ്രിറ്റീസ് ആയിരിക്കണം. സെലിബ്രിറ്റീസിനെന്ന് പറയുമ്പോൾ അവർക്ക് ഓൾറെഡി അവർക്ക് ആളുകൾക്ക് അവരെ അറിയാവുന്നത് കൊണ്ട് അവരുടെ ലൈഫിൽ അവരെന്താണ് വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് എല്ലാവരും വീഡിയോ ഓപ്പൺ ചെയ്ത് കാണും. നമ്മളെല്ലാവരും അങ്ങനെ തന്നെ നോക്കുമല്ലോ. സോ അവർക്ക് ഇനീഷ്യലി കുറെ ഇൻവെസ്റ്റ് ചെയ്താലും
അതിൽ നിന്ന് റിട്ടേൺ കിട്ടും എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. അല്ലാതെ സാധാ നമ്മളെ പോലെയുള്ള ആളുകൾ എന്താ ചെയ്യുക, നമ്മളുടെ കയ്യിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് കോണ്ടന്റ് ക്രിയേഷൻ ഒരു പാഷൻ ആണ്, ഇതുപോലെ വീഡിയോസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾ അധികം ആലോചിക്കാതെ അപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കാരണം ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഒരു 5 മിനിറ്റ്സ് പോലും ആവശ്യമില്ല. അതുപോലെ തന്നെ ഒരു ഇൻസ്റ്റാ പേജ് സ്റ്റാർട്ട് ചെയ്യാനും 5 മിനിറ്റ്സ് പോലും ആവശ്യമില്ല. സെയിം ഫേസ്ബുക്കും. സോ നിങ്ങൾക്ക് ആ ഒരു ആഗ്രഹം ഉണ്ട്, സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ എനിക്ക് പറ്റിയ മിസ്റ്റേക്സ് ഞാൻ മുന്നേയും പറഞ്ഞ പോലെ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാം. കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ പറ്റാത്തതാണ് എനിക്ക് പറ്റുന്ന മിസ്റ്റേക്ക്. സോ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ പൈസ മാത്രം എയിം ചെയ്തതിനകത്ത് നിൽക്കാതിരിക്കുക, പാഷൻ ഉണ്ടെങ്കിൽ ചെയ്യുക. പിന്നെ എനിക്ക് ഈ ഒരു കോണ്ടന്റ് ക്രിയേഷൻ ചെയ്തത് കൊണ്ട് എനിക്ക് കിട്ടിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ എനിക്ക് വേറെ കുറച്ച് ചാനലുകളിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. വേറെ കുറച്ച് യൂട്യൂബ് ചാനലുകൾ ടീച്ചിങ്ങും ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും ആങ്കറിങ് റിലേറ്റ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും എനിക്ക് വേറെ കുറച്ച് ചാനൽസ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് എനിക്ക് ഒരു പോസിറ്റീവായിട്ട് കിട്ടിയ ഒരു കാര്യമാണ്. പിന്നെ സ്മോൾ ക്രിയേറ്റേഴ്സ് ആവുമ്പോൾ നമ്മുടെ ഫോളോവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും കൗണ്ട് ബേസ് ചെയ്തിരിക്കും നമുക്ക് കിട്ടുന്ന പ്രൊമോഷൻ്റെ എമൗണ്ട്. സോ അതും നിങ്ങൾ മനസ്സിൽ വെക്കുക. നമുക്ക് ആദ്യം തന്നെ വലിയ പ്രൊമോഷൻ കിട്ടുമെന്നൊന്നും ആരും വിചാരിക്കരുത്. നമ്മുടെ ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഗ്രോ ചെയ്ത് മുന്നോട്ട് വരുന്നതോറും നമ്മുടെ പ്രൊമോഷന് കിട്ടുന്ന എമൗണ്ടും കൂടി വരും. അങ്ങനെയാണ്. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ, എൻ്റെ അഭിപ്രായം എന്നല്ല, എല്ലാവർക്കും തന്നെ അറിയാം, ഇനിയുള്ള കാലത്ത് സോഷ്യൽ മീഡിയ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ കൂടി വരെയുള്ളൂ. സോ ഇതൊന്ന് സൈഡായിട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ എല്ലാവരും സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഒരു ലക്ക് ഫാക്ടർ എന്നുള്ളതും ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതായത് ഒരു ഗവൺമെന്റ് ജോലി കിട്ടാനുള്ള എക്സാമിന്റെ പ്രിപ്പറേഷൻ ഒക്കെ പോലെ തന്നെയാണ് ഞാൻ പറയുന്നത്. ഞാനും എക്സാമിന് പ്രിപ്പയർ ചെയ്തത് കൊണ്ടാണ്. അതുപോലെ തന്നെയാണ് ഇതും ഒരു ലക്ക് ഫാക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ചിലപ്പം വളരെ ക്വാളിറ്റി കുറഞ്ഞ വീഡിയോ ആയിരിക്കും, ചിലപ്പോൾ വലിയ കോണ്ടന്റ് ഒന്നും അതിൽ കാണില്ല, എന്നിട്ടും നല്ല വ്യൂസ് കിട്ടുന്ന വീഡിയോസ് ഉണ്ട്. അത് പ്യുവർലി ലക്ക് ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ ലക്ക് മാത്രമാണോ എന്ന് ചോദിച്ചാലും അല്ല. നല്ല ക്വാളിറ്റി വീഡിയോ, അതുപോലെ നല്ല ക്വാളിറ്റിനേക്കാൾ ഉപരി ഇപ്പോഴത്തെ കാലത്ത് കൂടുതൽ കോണ്ടന്റിന്റെ ക്വാളിറ്റിയാണ് ആളുകൾ നോക്കാൻ എനിക്ക് തോന്നിയിട്ടുണ്ട്. കോണ്ടന്റ് ക്വാളിറ്റി നല്ലതാണെന്നുണ്ടെങ്കിൽ വീഡിയോ നല്ല റീച്ചിലേക്ക് പോകും. പിന്നെ ഒരു സാഡ് റിയാലിറ്റി ആണ് എന്താന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ഷെയർ ചെയ്യുന്നു, അതുപോലെ തന്നെ കുറച്ച് നെഗറ്റീവായിട്ട്, അതായത് മറ്റാളുകളുടെ ലൈഫിനെ പറ്റിയിട്ട് ഒക്കെ വേറൊരു വീഡിയോ ഷെയർ ചെയ്യുന്നു. ഈ 2 വീഡിയോ ഷെയർ ചെയ്യുമ്പോൾ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയ്ക്ക് കിട്ടുന്നതിനേക്കാളും കൂടുതൽ വ്യൂസ് മറ്റേ വീഡിയോയ്ക്ക് കിട്ടും. കൂടുതലും അങ്ങനെയാണ്. എല്ലാം അങ്ങനെയാണ് എന്നല്ല ഞാൻ പറയുന്നത്, മെജോറിറ്റി അങ്ങനെയാണ്. അതായത് നെഗറ്റീവ് എന്തെങ്കിലും തംബ്നെയിലൊക്കെ നെഗറ്റീവായിട്ട് കൊടുത്താൽ ആളുകൾ അത് കാണാൻ വേണ്ടിയിട്ട് കൂടുതൽ ഇൻട്രസ്റ്റഡ് ആണ്, അതിലെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. സോ എല്ലാവരും അങ്ങനത്തെ തംബ്നെയിൽസ് കൊടുക്കുന്നത് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം അങ്ങനെയാണെങ്കിൽ മാത്രമാണ് വ്യൂസ് കൂടുകയുള്ളൂ, ആളുകൾ കാണുള്ളൂ എന്നുള്ളൊരു വരുമ്പോൾ എല്ലാവരും ആ രീതിയിലുള്ള ക്യാപ്ഷൻസും തംബ്നെയിൽസും കൊടുക്കാൻ നിർബന്ധിതരാവുകയാണ്. അതൊരു സാഡ് റിയാലിറ്റി തന്നെയാണ്. സോ അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനുള്ളത്. കുറേ പേർക്കെങ്കിലും ഇതൊന്ന് കുറച്ചെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ്, നെയ്ബേഴ്സ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.